അപ്പോൾ ദാ ഇവിടെ കണ്ടതിൽ ഏറെക്കുറെ എല്ലാം വ്യത്യസ്തത പറഞ്ഞിട്ടുള്ള ഐറ്റങ്ങൾ തന്നെയാണ് കേട്ടോ. ഇനി അതിലും വ്യത്യസ്തമായിട്ടുള്ള വേറൊരു സാധനം കൂടി ഉണ്ട്. അതെന്താന്നുള്ളത് കാണണ്ടേ? നോക്കട്ടെ. എന്തോ ഒന്ന് തിരയുണ്ട് ഇവിടെ. എന്താണ്? കൂട്ടിലാണുള്ളത്. ഒച്ച കേൾക്കുന്നുണ്ട്. ഞങ്ങൾ വന്നതിൻ്റെ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ആൾക്കാർ. കോഴിക്കോടിൻ്റെ അടുത്തേക്കാട്ടോ നമ്മൾ വന്നത്. ഹലോ, ഒന്ന് വരുമോ? എടുത്തങ്ങട്ട് കഴിച്ചോ. അതാണ് ഇതാ വരുന്നു ആള്. അപ്പൊ ആളിന്റെ കാലിനാണ് കേട്ടോ പ്രത്യേകത ഉള്ളത്. ആ പോണു. സാധാരണ എല്ലാ കോഴികൾക്കും എത്ര കാലായിട്ടാ? കാലല്ല വിരല്. രണ്ട് കാലും കൂടെ നാലും ഇവര് 10 അതൊരു വെറൈറ്റി തന്നെ അല്ലേ? 10 വിരലുള്ള കോഴി. അത് ഒരാളല്ല, 3 ആളുണ്ട്. 3 ആൾക്കും 10 വിരലുണ്ട്. ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ട്. ഈ കുട്ടി ഉണ്ട് അതിനുള്ളിൽ ഇറങ്ങാൻ. കാണാനായിട്ടൊന്ന് ഇറങ്ങി വന്നു, അതേപോലെ തിരിച്ചു പോയിട്ട് വേറെ ഇറങ്ങാണ്ട് അവിടെ നിന്ന്. ഇത് സാധാ പൂവൻ കോഴി, അതിന് വ്യത്യാസം ഉണ്ടാവും. അതിനുണ്ടോ കാലിന്? അങ്ങനെ അല്ല, അത് പൂവൻ കോഴിയാകുമ്പോ അങ്ങനെ തന്നെയല്ലേ? അങ്ങനെ തന്നെയാണ്. അതിന് മുള്ള് എന്ന് പറഞ്ഞതാണ്, നഖം ഉണ്ടാവില്ല. പെടക്കോഴികൾക്കാണ് ഇപ്പൊ ഈ ഒരു പ്രത്യേകത. അല്ല, പൂവൻ കോഴിക്കുണ്ട്. ഒരു പൂവൻ കോഴി കുട്ടി ഇറങ്ങാണ്ട്. ഇവരങ്ങൾ ഇവിടെ വിരിച്ചതാ. ആദ്യത്തെ ആ ഒരു മുട്ടയ്ക്ക് ഐറ്റങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിരുന്നാവോ? ഇല്ലല്ല, നിങ്ങൾ വാങ്ങിയ? ഇല്ലല്ലേ, നമ്മൾ ഇവിടെ ഉണ്ടായി അങ്ങനെ വന്നപ്പോ ഒരു സംഭവം വീഡിയോ എടുക്കാണെന്ന് മനസ്സിലായിന്. ഇവരങ്ങനെ പുറത്തേക്ക് വിടലന്നല്ല? രാത്രി വിടാം. രാത്രിയോ? വൈകുന്നേരത്തെ 7 മണി 8 മണി 9 മണിക്കൊക്കെ ചിലപ്പോ വിടും. എന്താ അങ്ങനെ? സാധാരണ രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് സാധാരണ വിട്ട് കഴിഞ്ഞ് നമുക്ക് കിട്ടൂല. പൂച്ച, കാട്ടുപൂച്ച, കോഴി, മറ്റേ കുറുക്കൻ, എല്ലാ സാധനവും ഒന്ന് കൊണ്ടുപോകും. ഈ മുറ്റത്ത് കൂടെ അങ്ങനെ നടക്കും. പ്രത്യേകത ഇവിടെ ഈ മുറ്റത്ത് ഇങ്ങനെ നടക്കും. ഈ ഇലയൊക്കെ ഇതാക്കിയിട്ട് ഇങ്ങനെ നടക്കും. അത് കഴിഞ്ഞാൽ അവര് കൂട്ടി കയറും. അത് ശരി. ഞാൻ വിചാരിച്ചേ, ഞാൻ ഇപ്പൊ വരെ ഈ ഒരു സ്വൈര്യ ജീവിതത്തിന് ശല്യം ചെയ്യാന്ന് വിചാരിച്ചു. കാരണം ഈ ഒരു സമയത്ത് എല്ലാരും കൂട്ടി കയറുന്ന സമയമല്ലേ. അപ്പൊ ഈ ഒരു സമയത്ത് ഇവരെ കോഴി രാത്രി കൂകുക. രാത്രി കൂകുന്ന പറഞ്ഞാൽ രാത്രി വിടും. അപ്പൊ അവര് കൂകും. നമുക്ക് ശീലായി. ഇവരെ അപ്പുറത്ത് വേറെ ആൾക്കാരുണ്ട്. അവരും ഇവരൊക്കെ വേറെ വിടണം. ഒരാള് കൂകിയാൽ മറ്റാളും കൂകും. അങ്ങനെ രാത്രിയിൽ ഞാൻ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഉള്ള സമയത്ത് നമ്മള് വിടും. അപ്പൊ അവര് രാത്രി കൂടുതൽ കീടങ്ങളെ കിട്ടും. പുൽച്ചാടികൾ, നമ്മളെ മറ്റേ മണ്ണാട്ടല്ലേ, അത് ആ സാധനങ്ങളൊക്കെ കിട്ടും. അപ്പൊ അവരെങ്ങനെ ഇലേൻ്റെ ഉള്ളിലൊക്കെ രാത്രി ഇങ്ങനെ പതുങ്ങിയിരിക്കുന്നുണ്ടാവും ഇലയിലും. അപ്പൊ ഒക്കെ ചകിങ്ങനെ നോക്കുമ്പോ കിട്ടും. സസ്യങ്ങൾക്ക് മാത്രല്ല, മൃഗങ്ങൾക്കും കോഴികൾക്കും ഒക്കെ പ്രത്യേകത ഉണ്ട്. വേറെ എന്താ പ്രത്യേകത ഇവിടെ ഉള്ളത്? ഇതൊന്നും ഇങ്ങനെ വെറൈറ്റി ആയിട്ട് എടുക്കണം. ഈ കോഴിക്കൊരു സ്വഭാവം എന്താ വെച്ചാല് വർഷത്തില് 4 പ്രാവശ്യം അടയിരിക്കാൻ പറ്റും. രോഗപ്രതിരോധ ശേഷി ഉണ്ട്. നമ്മളെ നിരീക്ഷണത്തിലാട്ടോ. അപ്പൊ നമുക്കൊരു 35 മുട്ടയൊക്കെ കിട്ടുള്ളൂ ഒറ്റ പ്രാവശ്യം. അത് കഴിഞ്ഞാൽ ഒരു 21 ദിവസം അടയിരിക്കാൻ വേണം. അത് കഴിഞ്ഞാൽ 1 മാസത്തോളം കുട്ടികളെ കൊണ്ട് നടക്കാൻ തുടങ്ങും. അപ്പോഴേക്ക് നമ്മൾ ഇവിടെ മുട്ടയിടാൻ തുടങ്ങും. അങ്ങനെ ഒരു 3 മാസം കൊണ്ട് ഏകദേശം മുട്ടയിട്ട് നമ്മൾ അടുത്ത പരിപാടിക്ക് കിടക്കാനാണ്. ഒരു 35 മുട്ടയൊക്കെ കിട്ടുള്ളൂ. പക്ഷെ ഒരു വർഷത്തിൽ നമുക്ക് 100 മുട്ടയിലേറെ നമുക്ക് കിട്ടും ഒരു വർഷം കൊണ്ട്. പക്ഷെ 4 പ്രാവശ്യം അടയിരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ കുട്ടികളെ വിരിയിപ്പിക്കാനുള്ള ഇത് കൂടുതലുണ്ട്. സാധാരണ കോഴികളപ്പോ അങ്ങനെ അത്ര ഇരിക്കില്ല. പിന്നെ ഇത് നമ്മുടെ നിരീക്ഷണത്തിലാണ്. നമുക്ക് വെറൈറ്റിയിൽ ഒരു പൂവൻകോഴി ആയിട്ടുണ്ട്, 2 പടക്കോഴി ഉണ്ട്. അങ്ങനെ ഇറങ്ങിയവര് ചെക്കൻ ഇറങ്ങി. അതാണ് പൂവൻകോഴി. പൂവൻകോഴി ഞാൻ വളർന്നതിന് ശേഷം അവരും പടക്കോഴിയും കൂടെ ചേർന്ന് നമുക്ക് പുതിയ ഇനം തുടങ്ങാം. ആയിട്ടില്ല. ഇനി അവന് ഇതേപോലെ ഒരു ആണി വരും. നമ്മളെ സാധാരണ പൂവനെ പോലെ തന്നെ അതിന് സൈഡിൽ, കാലിന്റെ സൈഡിലേക്ക് വേറൊരു എക്സ്ട്രാ വരും. പക്ഷെ അത് നേരെ നടുക്കാണ് വരുന്നത്. മറ്റത് കുറച്ച് നഖൊക്കെ ആയിട്ട് സൈഡിലേക്ക് ബാക്കിക്കാ വരിക. വിരല് പൂവൻകോഴിയുടെ മൂപ്പത്തി കഴിയുമ്പോൾ 1 വയസ്സായി തുടങ്ങുമ്പോഴാണ് ഈ ആണി എന്ന് പറഞ്ഞാൽ അത് വരിക. അത് 2 സൈഡിക്ക് നടുഭാഗത്തേക്കാ വരിക. ഇപ്പൊ ഉള്ള നമ്മളെ കോഴിയുടെ കാല് വിരല് നേരെ പുറകിക്കാണ്. ചരലാകുമ്പോഴൊരു മെച്ചം എന്താ അറിയോ, നമ്മൾ എത്ര വേസ്റ്റ് ഇട്ടാലും അത് വെള്ളം അതിൻ്റെ അടിയിലേക്ക് പോകും. മറ്റേ വേസ്റ്റ് അതിന് മുകളിലുണ്ടാവും. പിന്നെ അവർ ചെനക്കി അതിൻ്റെ ഉള്ളിലേക്ക് എത്തും. പിന്നീട് ദിവസം ചെനക്കുമ്പോൾ അത് ഉണങ്ങിയിട്ടുണ്ടാവും. അത് പിന്നെ അതിൻ്റെ ഇടയിൽ നിന്ന് കൊത്തിപ്പെറുക്കി തിന്നും. ചരലിട്ടുകൊടുത്തതാണ്. അപ്പൊ അവർക്ക് വേണ്ട വെള്ളാരങ്കല്ലും കിട്ടും. ഒപ്പം ഈ ഭക്ഷണം ഇങ്ങനെ വീണ്ടും ചോറായി കിടക്കുമ്പോൾ അത് കല്ലിനുള്ളിൽ കിടന്നിട്ട് അരിയാവും, ഉണങ്ങി അരിയാവും. പിന്നെ അവർ രാത്രിയിൽ പെറുക്കണ സമയത്ത് അത് അരിയ തിന്നാം, കുത്തിപ്പെറുക്കി തിന്നും. അപ്പൊ കോഴി വിശേഷങ്ങൾ കണ്ടു.